അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞങ്ങൾ ഗ്യാരണ്ടി പ്രഖ്യാപിച്ചു. 5 വർഷത്തിനകത്ത് നടപ്പിലാക്കുന്ന ഗ്യാരണ്ടിയാണ് പ്രഖ്യാപിച്ചത്. ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ. നിങ്ങൾ ചോദിക്കുന്നത് എന്നോടുള്ള ചോദ്യം കൊണ്ടല്ല, നിങ്ങൾ ജനങ്ങളിലേക്ക് ഈ സംശയ നിവാരണത്തിന് വേണ്ടി നടത്തുന്ന ഒരു എക്സസൈസായിട്ട് ഞാനിതിനെ കാണുന്നുള്ളൂ. അപ്പോൾ 21 LDF ഗവൺമെൻറ് പറഞ്ഞു ഞങ്ങൾ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞു. അവർ 2021 പ്രഖ്യാപിച്ചു. 22 കൊടുത്തോ? 23 വർദ്ധിപ്പിച്ചോ? 24 വർദ്ധിപ്പിച്ചോ? 25 ബഡ്ജറ്റിൽ വർദ്ധിപ്പിച്ചോ? 25 അവസാനം പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് 4 മാസത്തേക്ക് ഒരു വർധനവ് വരുത്തി. ഒരു വാഗ്ദാനം അവർ ഞങ്ങൾ 5 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലെ 2 കാര്യങ്ങൾ ഇപ്പോൾ നടപ്പിലാക്കുകയാണ്. അതിൽ ആ വാഗ്ദാനത്തിൻ്റെ ഒരു ഘട്ടം ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് ആദ്യത്തെ ക്യാബിനറ്റിൽ തന്നെ തീരുമാനിച്ച് ജൂൺ 15 എന്ന ഒരു തീയതി പ്രഖ്യാപിച്ച് അതിൻ്റെ 1ാം ഘട്ടം ഞങ്ങൾ പറഞ്ഞല്ലോ, 1ാം ഘട്ടമാണ് ഓർഡിനറിയിൽ നടത്തുന്നത്. നമുക്ക് പഠിക്കണ്ടേ? കേരളത്തിൽ ഇതുവരെ ഒരു ഗവൺമെൻറ് ചെയ്തിട്ടില്ലാത്ത ഒരു പുതിയ പരിഷ്കാരമല്ലേ അത്? നടപ്പിലാക്കുമ്പോൾ എങ്ങനെയാണ് നടപ്പിലാക്കേണ്ടത് അത് പഠിക്കാൻ, പരിശോധിക്കാൻ പൈലറ്റായി ഓർഡിനറിയിൽ നടപ്പിലാക്കുന്നു. അത് കഴിയുമ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും. മുഖ്യമന്ത്രി പറഞ്ഞല്ലോ. അപ്പോൾ ഇത്രയും ഒരു ഗ്യാരണ്ടി പ്രഖ്യാപിച്ച് 1 മാസത്തിനകം അത് നടപ്പിലാവുകയാണ്. അപ്പോൾ അതിന് ഇത്രയും അധികം ആളുകൾക്ക് നിങ്ങൾ നോക്കിക്കോ. ഇതിൻ്റെ സോഷ്യൽ ഇമ്പാക്ട് സ്റ്റഡി ഞങ്ങൾ 1 മാസം കഴിയുമ്പോൾ നിങ്ങളെ അറിയിക്കാം. സ്ത്രീകളുടെ മൊബിലിറ്റിയിലുണ്ടായ വർധനവ് ഞങ്ങളത് പറയുന്നല്ലോ. നിങ്ങൾ ചെറിയ കാര്യമായിട്ട് കാണേണ്ട. ഇത് പാവപ്പെട്ട സ്ത്രീകളാണ്. അവർക്ക് ഒരു ദിവസം അവർക്ക് യാത്രയിൽ ഇത്ര രൂപ ലാഭിച്ചാൽ അവർക്ക് 1 മാസം അവരുടെ കുടുംബ ബഡ്ജറ്റിലുണ്ടാകുന്ന ലാഭം വളരെ വലുതാണ്. എന്നോട് ചോദിച്ച ചോദ്യം, ഈ ഓർഡിനറിയിൽ ഇത് നടപ്പിലാക്കി 1 മാസം കഴിയുമ്പോൾ അതിൽ യാത്ര ചെയ്ത സാധാരണക്കാരായ ഏതെങ്കിലും ഒരു സ്ത്രീയുടെ മുമ്പിൽ കൊണ്ടുപോയി ഈ മൈക്ക് വെച്ചെന്ന് ചോദിച്ചിട്ട് അവർ പറയുന്നത് ഈ അധിക്ഷേപിക്കാൻ നടക്കുന്ന ഇടതുപക്ഷക്കാരോട് ഒന്ന് കേൾപ്പിച്ചു കൊടുത്താൽ മതി. ഇത് വലിയ റിവല്യൂഷൻ കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന, കേരളത്തിൻ്റെ സാമൂഹ്യ മണ്ഡലത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ പോകുന്ന, സ്ത്രീ ശാക്തീകരണത്തിന് ഉതകുന്ന ഒരു പദ്ധതിയാണിത്. പ്രിയദർശിനി ഈ ഗ്യാരണ്ടി സ്കീം. ഒറ്റ കാര്യം കൂടെ, ഇപ്പൊ ഈ ആനുകൂല്യം വരുമ്പോൾ, അതായത് ഓർഡിനറി ബസ്സുകളിൽ ഈ ആനുകൂല്യം വരുമ്പോൾ മലബാർ ഉൾപ്പെടുന്ന വടക്കൻ കേരളത്തിൽ വളരെ നാമമാത്രമായ സർവീസേ ഉള്ളൂ. അപ്പൊ ഈ ഒരു ആനുകൂല്യം ആ മേഖലയിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് സർക്കാർ ഗൗരവപൂർവ്വം കാണുന്നുണ്ടോ? സർവീസുകൾ കൂട്ടാനുള്ള സാധ്യത സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടോ? അതുകൊണ്ട് ചില കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഞങ്ങളെ കുഴപ്പമാണോ? ഇപ്പം ഞങ്ങളുടെ ഗവൺമെൻറ് വന്നല്ലേ ഉള്ളൂ. 10 വർഷം ഇവിടെ ഗവൺമെൻറ് ഉണ്ടായിരുന്നല്ലോ. ചില കോൺസ്റ്റിറ്റ്യുവൻസി ആയിക്കോട്ടെ. അല്ല, നിങ്ങൾ കാര്യം പരിശോധിച്ചിട്ടുണ്ടോ? അക്കാഡമിക്കായി പരിശോധിക്കാൻ വേണ്ടി പറയാം. ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്ത് KSRTCയിൽ എത്ര ഷെഡ്യൂൾ ഉണ്ടായിരുന്നു? 10 കൊല്ലം കഴിഞ്ഞപ്പോൾ KSRTCയിൽ എത്ര ഷെഡ്യൂൾ വെട്ടിക്കുറയ്ക്കപ്പെട്ടു? പരിശോധിച്ചിട്ടാണ് പറയുന്നത്. വലിയ തോതിൽ വെട്ടിക്കുറച്ചു. അതിൽ മലബാറിലും ഉണ്ടായി. അപ്പോൾ അങ്ങനെ ചില കോൺസ്റ്റിറ്റ്യുവൻസിയിൽ എന്ത് സംഭവിച്ചു? ഒരു KSRTC ബസ് പോലും ഇല്ലാത്ത കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട് കേരളത്തിൽ, സർവീസ് ഇല്ലാത്ത. ഞങ്ങളത് പരിശോധിക്കുകയാണ്. ആ സ്ഥലങ്ങളിലും KSRTC ബസ്സിൻ്റെ സർവീസ് ആരംഭിച്ചുകൊണ്ട് അവിടുത്തെ ആളുകൾക്കും ഇതിൻ്റെ പ്രയോജനം കിട്ടാൻ വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് പോവുകയാണ്. ഒന്നുമില്ലാത്ത സ്ഥലങ്ങളിൽ ആദ്യം പരിഗണന കൊടുത്തിട്ട് അവിടെ ആരംഭിക്കും. ബാക്കി ആലോചിക്കും. മിനിസ്റ്റർ, ഒരു ചോദ്യം കൂടെ. ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെ സമസ്ത വിമർശനം എത്തിയിട്ടുണ്ട്. സമസ്ത മുഖപ്രസംഗത്തിൽ പറയുന്നത് കേന്ദ്ര സർക്കാരിനെ വിമർശിക്കാൻ സംസ്ഥാന സർക്കാരിന് പേടിയാണ്. അത് നയപ്രഖ്യാപനത്തിലും അത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ പേടിയാണ് ഈ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കാൻ. PM ശ്രീയിൽ നിലപാടില്ല എന്നതാണ് സമസ്ത സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചിരിക്കുന്നത്. ഇല്ലില്ല, അങ്ങനെയൊന്നും ഒരു തരത്തിലും ഈ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചിട്ടും ഇപ്പോൾ അതിനെ സംബന്ധിച്ച് ഞാൻ അഭിപ്രായം പറയുമ്പോൾ അതിന് ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം ശ്രീ ഷംസുദ്ദീൻ കൃത്യമായ നിലപാട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെടുത്ത നിലപാടുകളെക്കുറിച്ചൊക്കെ ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട്, ബോധ്യമുണ്ട്. ഇതൊക്കെ ചെയ്ത ആളുകളെ സംബന്ധിച്ചും കേരളത്തിനറിയാം. അതിൻ്റെയൊക്കെ പ്രതികരണവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ചൊക്കെ ഉള്ള തീരുമാനം കൂട്ടായിട്ട് ആലോചിച്ചെടുക്കുന്നത് ഈ ചർച്ചകളെല്ലാം UDF-ലുണ്ട്. മാത്രമല്ല ബജറ്റിൽ ഉൾപ്പെടെ ഈ കേന്ദ്ര സർക്കാരിന്റെ ബജറ്റ് വന്നിട്ടില്ലല്ലോ. ധവളപത്രം എന്ന് പറയുന്നത് എന്താ? സംസ്ഥാന ഗവൺമെന്റ് ധവളപത്രം ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കേന്ദ്ര സർക്കാരിനെ വിമർശിക്കാൻ തയ്യാറായിട്ടില്ല എന്നതാണ് സമസ്ത കൃത്യമായി തന്നെ അവരുടെ മുഖപ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ. ധവളപത്രം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ധനകാര്യ
മേഖലയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചിട്ടുള്ള ഒരു പേപ്പറാണ്, ഒരു ഡോക്യുമെൻ്റാണ്. അത് ആദ്യമായി മനസ്സിലാക്കേണ്ടത് അത് സംബന്ധിച്ച് കേരളത്തിൻ്റെ ധനകാര്യസ്ഥിതിയുടെ തൽസ്ഥിതി വിവരണമാണ് അതിനകത്തുള്ളത്. അപ്പോൾ അതിനകത്ത് പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ വരണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ പൊളിറ്റിക്കലായിട്ടുള്ള നിലപാടുകൾ പറയേണ്ട സ്ഥലത്ത് കൃത്യമായി മുഖ്യമന്ത്രിയും ബന്ധപ്പെട്ട മന്ത്രിമാരും പറയും. അപ്പോൾ അതുകൊണ്ട് ധവളപത്രത്തിൽ എന്തുകൊണ്ട് അത് വന്നില്ല എന്ന് പറഞ്ഞാൽ, ധവളപത്രം എന്ന് പറഞ്ഞാൽ നിലവിലുള്ള സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക ആരോഗ്യത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് കൃത്യമായി വന്നിട്ടുണ്ട്. അതിൽ ഒരിക്കലും രാഷ്ട്രീയം കലരാതിരിക്കാൻ ഈ സംസ്ഥാനത്തെ CPM-നെ ഞങ്ങൾ വിമർശിച്ചിട്ടുണ്ടോ? അതിനകത്ത് ധനകാര്യ വകുപ്പിനെ മന്ത്രിയെ വിമർശിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഞങ്ങളെന്താ ഇപ്പം ഇതാണ് കേരളത്തിൻ്റെ സ്ഥിതി. ഇവിടെ 20,000 കോടിയുടെ കുറവുണ്ടായിട്ടുണ്ട്. 35,000 കോടിയായിരുന്നു പ്ലാൻ. അതിൽ 14,000 കോടി റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റിലാണ് കാണിച്ചിരുന്നത്. ആ 14,000 കോടി ഇനി കിട്ടാൻ പോണില്ല. ആ കിട്ടാത്ത 14,000 കോടി കാണിച്ചിട്ടാണ് ഒരു 35,000-ന്റെ പ്ലാൻ ഇവിടെ ഉണ്ടാക്കിയത്. ജനങ്ങളോട് പറയണ്ടേ? ഞാൻ ഇത്രയും കാര്യം സംസാരിക്കാൻ പാകത്തിലുള്ള വകുപ്പില്ലാത്ത ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും കാര്യം പറഞ്ഞു. ബാക്കി അതിന്റെ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയോട് പറയും. തള്ളിക്കളഞ്ഞല്ലേ?